ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ 100 കണക്കിൽ മൃതദേഹങ്ങൾ ഇവിടെ മറവ് ചെയ്തിക്കണെന്ന്. ആ 100 കണക്കിൽ മൃതദേഹങ്ങളിൽ പലതും പട്ടുസാരി ഉടുത്ത മലയാളി സ്ത്രീകളതാണെന്ന് ആള് പറഞ്ഞതാ. അപ്പൊ അത് അന്വേഷിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ഓൾറെഡി കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മിസ്സിംഗ് ഉണ്ട്. ഈ ആളുകളെ പറ്റിയിട്ടും ഇതിന്റെ ഒരു ദുരൂഹത മറനീക്കി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തിയത്. ഈ പോരാട്ടത്തിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും അജണ്ടകൾ മറ്റുള്ള ആർക്കും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ജോലിയല്ല. നമ്മളെ കൂടെയുള്ള ആരും അത് ചെയ്യാനും ഉദ്ദേശിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയുക, വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ്. ആ അന്വേഷണം ഇപ്പൊ ഏത് രീതിയിലേക്ക് പോകണമെന്നുള്ളത് പൊതുസമൂഹം കാണുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ പിന്നിൽ നിന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് പല കേസിലാണ് അറസ്റ്റ് ചെയ്തത്. പലരും വിചാരിക്കുന്നത് വേറെന്തോ ഇവിടെ ഗൂഢാലോചന നടത്തിയതിന്റെ പേരിലാണ് ഈ അമ്പലത്തെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദു ആളുകളുടെ മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നല്ല അറസ്റ്റ് ചെയ്തത്. സത്യത്തിൽ ഈ ഇപ്പം മഹേഷ് തിമരഡിനെ അറസ്റ്റ് ചെയ്തത് എന്താ, കർണാടകയിലുള്ള RSSന്റെ ഒരു നേതാവിനെ ചീത്ത വിളിച്ചതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിന് കൊണ്ടുപോകാൻ പോകുന്ന സമയത്ത് അതിനെ തടസ്സം സൃഷ്ടിച്ചതിന്റെ പേരിലാണ് ബാക്കിയുള്ള 35 പേർക്കെതിരെ FIR ഇട്ടത്. അതിൽ തന്നെ മറ്റൊരു ഗിരീഷ് മട്ടന്നൂർ എന്ന് പറഞ്ഞ ഒരു ആളെ ഈ ഒരു പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരാൾ ഒറ്റ ദിവസം കൊണ്ട് 20 FIR ഇട്ടത്. പിന്നെ അതേപോലെ അഡ്വക്കേറ്റ് ജഗദീഷ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിലെ ലോയറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നായ്ക്കളടക്കം കൊന്നിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ട്. പിന്നെ ഷമീർ MD 2 വീടാണുള്ളത്. ആ 2 വീട്ടിലും പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടി മറ്റുള്ള അത് ആയോ എന്നുള്ള അറിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു നരനായാട്ട് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കേണ്ട ഇതൊക്കെ അനുഭവിക്കാൻ റെഡി ആവണമെന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഇറങ്ങാവൂ. തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ ഈ വിഷയത്തിൽ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നീതി ലഭിക്കാത്ത ഒരു കേസ് അത് ജനസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. സമൂഹത്തിന് മുന്നിൽ എന്താ പറയുക, വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് ഈ കേസ് തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്ര തന്നെ. ധർമ്മസ്ഥല കേസിലെ മുൻ ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ചിന്നയെ ഹാജരാക്കിയ തലയോട്ടി സംബന്ധിച്ച് ദുരൂഹതകൾ ഏറുകയാണ്. തലയോട്ടി ആരുടേതാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. തലയോട്ടിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലേതല്ല എന്നാണ് നിലവിലെ കണ്ടെത്തൽ. ഫോറൻസിക് പരിശോധനയിലാണ് ഇത് തെളിഞ്ഞത്. ചിന്നയെ നടത്തിയ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ധർമ്മസ്ഥല കേസിലെ വൻ ട്വിസ്റ്റിലേക്ക്, അതായത് ഈ ഒരു അന്വേഷണ സംഘത്തെ നയിച്ചത്. തന്റെ മൊഴികൾക്ക് ആധാരമായിട്ട് ചിന്നയെ ഹാജരാക്കിയിട്ടുള്ള തലയോട്ടി പുരുഷന്റേതാണ് എന്നാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ ഒരു തലയോട്ടി ബലാത്സംഗത്തിന് ഇരയായ സ്ത്രീയുടേതാണ് എന്നായിരുന്നു ചിന്നയുടെ മൊഴി. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ആസൂത്രണം നടന്നത് 2023 ചിന്നയ പറയുന്നത്. ഒരു സംഘം തന്നെ സമീപിക്കുകയായിരുന്നു എന്നും 2 ലക്ഷം രൂപ നൽകിയെന്നുമാണ് ചിന്നയ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പബ്ലിസിറ്റി ആഗ്രഹിച്ചാണ് കോളിളക്കം ഉണ്ടാക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ഇപ്പോൾ ചിന്നയ്ക്ക് മാനസിക വെല്ലുവിളികൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇയാളുടെ ഭാര്യയും രംഗത്ത് വന്നിരുന്നു. അതേസമയം ധർമ്മസ്ഥലയിലെ ഗൂഢാലോചന NIA അന്വേഷിക്കുന്നതിനെ കോൺഗ്രസ് മന്ത്രി സതീഷ് ജർക്കിഹോളി സ്വാഗതം ചെയ്തു. കർണാടകയിലെ ജനങ്ങളെ ദിവസങ്ങളോളം TVക്കും മൊബൈലിനും മുന്നിൽ തളച്ചിട്ടതാണ് ഈ ഒരു വെളിപ്പെടുത്തലുകൾ. ഇതിന് പിന്നിൽ ആരാണെന്ന് പുറത്തു വരണം. അതുകൊണ്ട് തന്നെ NIA അന്വേഷിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് മന്ത്രിയുടെ അഭിപ്രായം.